നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവന്തികയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട അർച്ചനയുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്യണം നീ അവന്തികയ്ക്കറിയാം. നീ കൂടുതൽ നാള് സന്തോഷിക്കാന്നൊന്നും കരുതണ്ട. നിന്റെ സന്തോഷം ഉടനെ ഞാൻ ഇല്ലാതാക്കുന്നുണ്ട്. മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. നിരാശയായൊരു കാമുകിയുടെ പല ലക്ഷണങ്ങളും. കാമുകൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അപ്പോ അവൻ അവളോടൊപ്പം താമസിക്കുന്നത് കൺമുന്നിൽ തന്നെയാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല. എനിക്ക് മനസ്സിലാവൂ അത്. നീ എന്തൊക്കെ പിച്ചും പെയ്യോ അർച്ചന ഈ പറയുന്നേ? ധനുഷിന്റെ കാമുകനാണെന്നോ? നിന്നോട് ആര് പറഞ്ഞു ഈ വേണ്ടാതീനൊക്കെ? ദേ, ഞാനൊരു കാര്യം പറയാം. മര്യാദയ്ക്ക് ജീവിക്കുന്നവളാ ഞാൻ. എന്നെ വല്ലവന്റെ കൂടെ ചേർത്ത് വല്ലതും പറഞ്ഞ് ആവശ്യമില്ലാത്ത കഥകൾ ഉണ്ടാക്കിയാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. മാറണം. നിങ്ങളുടെ സ്വഭാവം മാറാൻ തന്നെയാ ഞാൻ ഈ പറയുന്നത്. മര്യാദയ്ക്ക് ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നു. ആരുടെ ഈ പറയുന്നത്? എന്നോട്. എന്താണ് മര്യാദയെന്ന് നിങ്ങൾക്കറിയോ? സ്വന്തം ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളായിട്ട് പൂട്ടിയിട്ടതാണോ മര്യാദയുള്ളൊരു ഭാര്യ ചെയ്യുന്നത്? അതോ കൊല്ലുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അച്ഛ അച്ഛന്ന് വിളിക്കുകയും അവസരം കിട്ടുമ്പോ പുറകെ എന്ന് ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്നതാണോ മര്യാദയുള്ള ഒരു മരുമകൾ ചെയ്യുന്നത്? വളർത്തി വലുതാക്കിയെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ ദ്രോഹിക്കുന്നതാണോ മര്യാദയുള്ളൊരു ഏട്ടത്തി ചെയ്യുന്നത്? സ്വന്തം അനിയത്തിയോട് അങ്ങേയറ്റം മര്യാദ കാണിക്കുന്ന ഒരു ചേച്ചിയെക്കുറിച്ച് ഞാൻ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ പറയാനാണെങ്കിൽ കുറേ മര്യാദ വേറെയും ഉണ്ട്. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ. ധനുഷും സ്നേഹയും ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോ മുതൽ പോയതാ നിങ്ങളുടെ മനസമാധാനം. അതിന്റെ ബാക്കിയായി അവരുടെ വിവാഹം അന്ന് മുടക്കാൻ ബോധം കെട്ട് വീഴുന്ന ഒരു നാടകവും. ഇന്നു മുതൽ ഇനി അങ്ങോട്ട് ഒരു തരത്തിലും നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ പോകുന്നില്ല. അതിന് ഞാനായിട്ട് നിങ്ങളൊന്നും ചെയ്യില്ല. സ്നേഹിച്ചവൻ തന്നെ അത് ചെയ്തോളൂ. കാഴ്ചക്കാരിയായിരുന്നു അത് കണ്ട് സന്തോഷിക്കാനല്ലാതെ അതിലൊന്നും എനിക്ക് ചെയ്യാനുമില്ല. ഏത് തരത്തിലാണെങ്കിലും അവന്തികയുടെ സ്വസ്ഥത നഷ്ടപ്പെട്ട അർച്ചനയുടെ സന്തോഷം നഷ്ടപ്പെടുത്താൻ എന്ത് ചെയ്യണം നീ അവന്തികയ്ക്കറിയാം. നീ കൂടുതൽ നാള് സന്തോഷിക്കാന്നൊന്നും കരുതണ്ട. നിന്റെ സന്തോഷം ഉടനെ ഞാൻ ഇല്ലാതാക്കുന്നുണ്ട്. എന്തായി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. വെറുതെ എന്ത് നോക്കാൻ? ധനുഷിന് എന്താ ഭ്രാന്തുണ്ടോ? ഇവിടെ ഇരിക്കും. ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ. വെറുതെ ടെൻഷൻ അടിച്ച് കോളം ആക്കല്ലേ. എന്ത് പറ്റി ധനുഷ്?
ഉള്ള ആവേശമൊക്കെ ചോർന്നു പോയോ? അതോ എന്റെ വീട്ടിലായതുകൊണ്ടാണോ? എന്റെ മനസ്സിൽ ധനുഷ് ഒരുപാട് റൊമാൻറ്റിക് ആയിരുന്നു. ഇത് ചുമ്മാ. അത് പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോ. അതിന്റെ ഒരു ടെൻഷൻ. അതൊക്കെ ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. സോറി, ഞാൻ ഫുഡ് കൊണ്ടുവന്നതാ. സ്നേഹ, ഇതുകൊണ്ട് അപ്പുറത്ത് വെക്ക്. നീ ഇപ്പോഴും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പെരുമാറുന്നതല്ലേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നേ? നമ്മള് രണ്ടുപേരും ഇത്രയൊക്കെ സഹിച്ചത് എന്തിനു വേണ്ടിയാ? അല്ല, നിനക്കറിയാൻ സഹിക്കേണ്ടി വന്നില്ലല്ലോ. സഹിച്ചത് മുഴുവൻ ഞാനല്ലേ. നിനക്കിപ്പോ സുഖവാസമാണല്ലോ, ഹണിമൂൺ കാലം. ഞാൻ പറയുന്ന പരിധിക്ക് അപ്പുറം എങ്ങനെ കടന്നാ തീർത്തുകളയും നിന്നെ ഞാൻ. നീ ഇങ്ങനെ പ്രഷർ തരാതെ. എല്ലാം നമുക്ക് ശരിയാക്കാം. എന്ത് ശരിയാക്കാന്ന്? നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും അതിനെല്ലാം ഇടങ്കോലിടുന്ന ഒരുത്തിവിടെ ഉണ്ട്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടികളും അവള് കയറി പിന്നോട്ട് വലിക്കുക. ഒരടി മുന്നോട്ട് വയ്ക്കാൻ അവള് നമ്മളെ അനുവദിക്കുന്നില്ല. നീ ഒന്ന് സമാധാനപ്പെട്. അർച്ചനയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അർച്ചനയുടെ കാര്യത്തിൽ മാത്രം പോരാ, ആ കുഞ്ഞിന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. നാളെ ആ കുഞ്ഞ് നെല്ലിശ്ശേരിയുടെ അവകാശിയായി വളർന്നാ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അർച്ചനയും കുഞ്ഞും കഴിഞ്ഞേ ഉള്ളൂ സേതുമാധവൻ എന്ന അമ്മായച്ചന് മറ്റെന്തും. അതൊക്കെ എനിക്കറിയാം. പക്ഷെ കുറച്ച് സാവകാശം വേണം. ചാടിക്കയറി എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോ അത് ഇതിനേക്കാൾ വലിയ അപകടമായി മാറും. ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. കഴിക്കാം, കുറച്ച് കഴിയട്ടെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വാ, നമുക്ക് കഴിക്കാം. എനിക്ക് വിശക്കുവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.